നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്താലോ. ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് കുറേ ദിവസം കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, എത്ര ദിവസം കഴിഞ്ഞു പോയാലും. ആദ്യം നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. ഞാൻ 300 ഗ്രാം ശർക്കരയായിട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കാം കേട്ടോ. ഞാൻ വറുക്കാത്ത നോർമൽ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചൂടുള്ള ശർക്കര പാനി ആ ചൂടോടെ കൂടെ തന്നെ അപ്പം തന്നെ ഒഴിക്കുക, അപ്പം തന്നെ മിക്സ് ചെയ്യുക. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. വെയിറ്റ് ചെയ്യും തോറും അത് കട്ട കിട്ടും കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ട ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം മൈദ മാത്രമാണെങ്കിൽ അങ്ങനെ 1/2 കപ്പ് എടുക്കാം. അതല്ലെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയും കൂടെ 1/4 കപ്പ് വീതം അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ആവശ്യത്തിനനുസരിച്ച് നോർമൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഉണ്ണിയപ്പത്തിന് നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ അത്രയും ടൈറ്റ് പാടില്ല കേട്ടോ. അതിലേറെ കുറച്ച് ലൂസ് ആവണം, എന്നാൽ നമ്മുടെ കലത്തപ്പത്തിൻ്റെ അതിലേറെ ടൈറ്റും ആവണം. ആ രീതിയിലാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുന്നതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. അതിലേക്ക് 2 നുള്ളു ഉപ്പും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊട്ടത്തേങ്ങ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക. പിന്നെ അതില്ലാന്നുണ്ടെങ്കിൽ പച്ചത്തേങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് എടുത്താലും മതി. എന്നിട്ട് ആ ഒരു നെയ്യോട് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ കുഴിയിലേക്ക് മാവ് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ മാവ് തിക്നെസ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ. തിക്നെസ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തിക്നെസ് കൂടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഒരു ഭാഗം ഇങ്ങനെ കളറും ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് കുറേ ദിവസം കേടാവാതെ ഇരിക്കും. ഇപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ പഴമൊന്നും ചേർക്കുന്നില്ല. പഴം ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പഴമൊന്നും ചേർക്കാതെ എനിക്ക് ഇതുപോലത്തെ ഉണ്ണിയപ്പം കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയാം.